ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നൊരു ദിവസം കൂടെ ഉണ്ട്, നാളെ ഒരു ദിവസമുണ്ട്. എന്തിനാണ് ഞാൻ നേരത്തെ ചെയ്യുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നിങ്ങളിത് നേരത്തെ പഠിക്കുക, ഇതിനെപ്പറ്റി മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു വ്യൂ, ഞാൻ പറയുന്ന വ്യൂവിൽ നിന്ന് നിങ്ങളൊരു വ്യൂ ഉണ്ടാക്കുക, നിങ്ങളൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടാക്കുക. അതിനുവേണ്ടിയാണ് ഞാൻ നേരത്തെ ചെയ്യുന്നത്. അല്ല, എനിക്ക് തലയ്ക്ക് ഭ്രാന്തുണ്ടായിട്ടില്ല. അതുമാത്രമല്ല, എൻ്റെ ഈ ആഴ്ച ഞാൻ കുറച്ച് ബിസി ആയിരിക്കും. കാരണം എൻ്റെ വീടിൻ്റെ ഫ്ലാറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ആഴ്ച ഷിഫ്റ്റിങ്ങോട് ബന്ധപ്പെട്ട് ഞാൻ കുറേയേറെ തിരക്കിലായിരിക്കും. അതിൻ്റെ ഇടയിലും ഞാൻ ഈ ദിവസം നേരത്തെ ഇത് ചെയ്യുന്നതിൻ്റെ കാര്യം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. എന്നാലും ഇത്രയൊക്കെ ചെയ്താലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ഒരു മണിക്കൂർ മുന്നേ നിങ്ങളിത് കാണുന്ന പലരും ഉണ്ടായിരിക്കും. ഓക്കെ, അവരോടൊക്കെ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, വിജയിക്കണം, രക്ഷപ്പെടണം, പോയ കാശ് തിരിച്ചു പിടിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ ചൊവ്വനേരെ പഠിച്ച് ചെയ്യാൻ നോക്കുക. ഓക്കെ, അല്ലാതെ നമുക്കിപ്പം ഈ സ്പൂണിൽ വായിക്കോരി തരാനോ അല്ലെങ്കിൽ കോള് തന്ന് രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രാറ്റജി പറഞ്ഞ് രക്ഷപ്പെടുത്താനോ ഒന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും പ്രാവർത്തികമല്ല, യുക്തിസഹജവുമല്ല. ഓക്കെ, സ്വയം പഠിക്കുക, വീഴ്ചയിൽ നിന്ന് പഠിക്കുക, പഠിച്ച് നിങ്ങൾ ഒരു നിലയിലെത്താൻ ശ്രമിക്കുക. ഓക്കെ, ഇന്നലെ ഒരു തന്നെ ഒരാൾ കമൻറ്റ് എഴുതിയിരിക്കുന്ന കേട്ടു, 80% ഇങ്ങനൊരു ഉപദേശമാണ്, ബാക്കി 20% മാത്രമേ ഉള്ളൂ പിന്നെ അനാലിസിസ്. ശരിയാണെന്ന് താല്പര്യമുള്ളവർ മാത്രം നിന്നാൽ മതി. എനിക്ക് യാതൊരു നിർബന്ധമില്ല, നിങ്ങൾ ആരും ഇവിടെ നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവും എനിക്കില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ഉപദേശങ്ങൾ കേൾക്കാൻ തയ്യാറുള്ളവർ മാത്രം ഇവിടെ നിന്നാൽ മതി. എല്ലാത്തവർക്കൊക്കെ പോവാം, മാസലാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്ക് വീക്കിലി അനാലിസിലോട്ട് വരാം. വെറുതെ എന്തിനാ പറഞ്ഞ് നമ്മൾ മുഷിപ്പിക്കുന്നത്. വീക്കിലി അനാലിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അവസാനം വെള്ളിയാഴ്ചത്തെ കാര്യം ഒന്ന് പറയാം. വെള്ളിയാഴ്ച ഞാൻ ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് പ്രീ മാർക്കറ്റ് ഞാൻ ഗ്രൂപ്പിൽ വോയിസ് ഇട്ടിരുന്നു. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് മാർക്കറ്റ്. ഫ്ലാറ്റ് ഏകദേശം എടുത്തിട്ട് 19-18 പോയിൻ്റ് കണ്ടുള്ളൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. നെഗറ്റീവിലോ താഴോട്ട് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെ കണക്ക് കൂട്ടുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുന്ന മാർക്കറ്റിനെ നമ്മൾ ശരിക്കും പേടിക്കണം. കാരണം മാർക്കറ്റ് ഏത് സൈഡിലോട്ട് വേണമെങ്കിലും വയലൻ്റായിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുന്ന മാർക്കറ്റിന്. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നേരെ താഴോട്ട് വരും. 25.050 ബ്രേക്ക് ചെയ്താൽ 25.050 ടെസ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ കിടപ്പുണ്ട്, വോയിസ് കേട്ട് നോക്കിയോ. 25,000 ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ ഇവിടെ നോക്കുക, 25,000 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ 24,950 ബാക്കി നമ്മുടെ ലെവലുകളൊക്കെ റെസ്പെക്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തായാലും ദൈവത്തിൻ്റെ ഈശ്വര കടാക്ഷം കൊണ്ട് ഈ പറഞ്ഞ പോലൊക്കെ തന്നെ അതുപോലെ തന്നെ സംഭവിച്ചു. ഓക്കെ, അത്രയും ഭാഗം ഞാനിവിടെ പറയുന്നുള്ളൂ. ഇനി ഓപ്പർച്യൂണിറ്റി നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഇതായിരുന്നു ഓപ്പർച്യൂണിറ്റി, ഇല്ലേ? ഇവിടെ ട്രേഡ് എടുത്തവർക്ക് ന്യായമായും സുന്ദരമായും ഒന്നുകിൽ അടുത്ത ക്യാൻഡിൽ ഇറങ്ങാം. ഇത് തന്നെ ഒരു 50 പോയിൻ്റ് ഉണ്ട്, 30-40-50 പോയിൻ്റ് ഉണ്ട്. ഇല്ല, ഇത് ഹോൾഡ് ചെയ്തവർക്കാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ചുകൂടെ താഴോട്ട് വന്ന് നമുക്ക് ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും പഠിത്തവും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമ്മളുടെ ഞാൻ പഠിപ്പിച്ചത് ഫോളോ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ സുന്ദരമായിട്ടൊരു പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ പലരും പ്രോഫിറ്റ് എടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വാദഗതികൾക്കൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അടുത്ത ആഴ്ച മാർക്കറ്റ് എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് മുന്നേ ഒരു 1-2 കാര്യങ്ങളോട് പറയാനുണ്ടല്ലോ. ഇത് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഇതിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു സിംബോസിയം ഉണ്ട്, ജാക്സൺ ഹോൾ സിംബോസിയം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ നമ്മുടെ ജെറോം പവൽ, അതായത് ഫെഡ് ചെയർമാൻ, US ഫെഡ് ചെയർമാൻ അവിടെ സംസാരിക്കുന്നുണ്ട്. അവിടെ സംസാരിക്കുമ്പം അങ്ങേരുടെ വായിൽ നിന്ന് എന്താണ് വീഴുന്നത് അതിനനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഇന്നലെ ആയിരുന്നു, വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു ആ സിംബോസിയം. അതിനകത്ത് പിന്നെ ജെറോം പവൽ റേറ്റ് കട്ട് ചെയ്യും എന്നൊരു സൂചന പുള്ളിയുടെ സ്പീച്ചിനകത്തിലുണ്ടായിരുന്നു. ആ ഒരു സ്പീച്ചിൻ്റെ ബലത്തിലാണ് US മാർക്കറ്റ് ഏകദേശം 900 പോയിൻ്റ് അടുത്ത് പോയി, 846 പോയിൻ്റ് അപ്സൈഡ് ക്ലോസ് ചെയ്തു. നാസ്ഡാക്ക് 390 400 പോയിൻ്റ് അടുത്തും
ക്ലോസ് ചെയ്തു. ഓക്കെ, അതായിരുന്നു അവിടെ ഒരു റാലി. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 25,000. ഓക്കെ, ഗിഫ്റ്റ് നിഫ്റ്റി ഇവിടെ, ഗിഫ്റ്റ് നിഫ്റ്റി ഇതായത് ഇല്ല, ഗിഫ്റ്റ് നിഫ്റ്റി ഇവിടെ 24,879 അല്ല, 25,000 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ കാണിച്ചെങ്കിലും 25,000 ഇവിടെ കണ്ടോ, 25,000 ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. ഏകദേശം 140 പോയിൻറ്റോളം അപ്സൈഡിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഏകദേശം നിലവിൽ ഇന്ന് ശനിയാഴ്ചയാണ്. നാളെ ഒരു ദിവസം കൂടെ ഉണ്ട്. എന്ത് സംഭവവികാസങ്ങൾ വേണേൽ ഉണ്ടാകാം, ഇതിന് മാറ്റങ്ങൾ സംഭവിക്കാം. അതുകൊണ്ടാണ് പലരും ഈ വീക്കിലി അനലിസിസ് ചെയ്യുമ്പം ഏകദേശം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് വീക്കിലി അനലിസിസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കാരണം മാക്സിമം മാർക്കറ്റിലെ ന്യൂസുകൾ പിടിക്കാൻ വേണ്ടി കിട്ടിയിട്ട് അനാലിസിൻ്റെ ഒരു ആക്യുറസി കൂട്ടാൻ വേണ്ടിയാണ് താമസിച്ച് ചെയ്യുന്നത്. പക്ഷേങ്കിൽ നമുക്ക് അതിനകത്തൊന്നും താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വ്യൂ, എന്താണ് നമ്മുടെ സെറ്റപ്പ്, നമ്മൾ മാർക്കറ്റിനെ എങ്ങനെ കാണുന്നു, മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിക്കും, അത് നമ്മൾ ഇപ്പോൾ ഓരോ ദിവസം മുന്നേ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം മാർക്കറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാർക്കറ്റ് പോകും. പിന്നെ നമ്മളത് പ്രീ മാർക്കറ്റിൽ നമ്മളതിനെപ്പറ്റി സംസാരിക്കും. ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ദിവസം നേരത്തെ തന്നെ ഞാൻ സംഭവം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ജെറോം പവൽ പിന്നെ റേറ്റ് കട്ട് ചെയ്യും എന്ന ഒരു ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ ഹിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി 150 പോയിൻറ്റിനടുത്ത് ഇപ്പം നിലവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 150 പോയിൻറ്റ് 25,000 ക്ലോസ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത നിലവിൽ തള്ളിക്കളയാൻ പറ്റത്തില്ല. ആസ് പെർ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം നമുക്കൊരു 150 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ്, 100 മുതൽ 150 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം അത്. എന്നാൽ ഈ സംഭവം ഇതിൻ്റെ പിന്നാലെ നമ്മളുടെ ട്രംപ് അണ്ണൻ ഒരു കാര്യം പറഞ്ഞു. 27 ഓഗസ്റ്റിന് 50% താരിഫ് നിലവിൽ വരും. ഓക്കെ, ഇന്ത്യക്ക് അടിച്ച 50% എന്ന താരിഫ് ഓഗസ്റ്റ് 27 നിലവിൽ വരും. ഇതിന് യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് വളരെ അസന്നിഗ്ധമായിട്ട് ട്രംപ് അണ്ണൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇതിനെ മാർക്കറ്റ് എങ്ങനെ എടുക്കും എന്നുള്ള കാര്യം കൂടെ നമ്മൾ കൂട്ടി വായിക്കണം. അപ്പം ഈ ഒരു അപ്സൈഡും ഈ ഒരു നെഗറ്റീവ് ന്യൂസും ഈ ഒരു പോസിറ്റീവ് ന്യൂസും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ തിങ്കളാഴ്ച എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. എന്നാലും 150 പോയിൻറ്റിനടുത്ത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡെഫിനറ്റായിട്ട് താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് 150 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഉറപ്പായിട്ടും താഴോട്ട് വരും. 150 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 25,000 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25,000 സസ്റ്റെയിൻ ചെയ്യാതെ നേരെ താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും തിങ്കളാഴ്ച മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റ് കാര്യം അറിയത്തുള്ളൂ. എന്നാൽ എൻ്റെ ഒരു കൺവിക്ഷൻ പ്രകാരം മാർക്കറ്റ് 150 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താൽ താഴോട്ട് വരും, ഉറപ്പാണ്. ഓക്കെ, അപ്പം അത്രയാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പം ഇനിയും അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെയാണ് താരിഫിനോട് പ്രതികരിക്കാൻ പോകുന്നതെന്ന് നമ്മൾ സസൂക്ഷ്മം വീക്ഷിക്കുക. ഇതിനിടയിൽ വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന നെഗോഷിയേഷൻസും പോർവിളികളും കമൻറ്റുകളും ന്യൂസുകളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനിയിപ്പം അനാലിസിലോട്ട് വരാം. നമുക്ക് എങ്ങനെയാണ് അടുത്ത ദിവസം മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്കൊന്ന് ഡേ ക്യാൻഡിലോട്ട് വരാം. ഓക്കെ, ഡേ ക്യാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കാണാൻ പറ്റും. വർക്ക് ചെയ്യുന്നില്ലേ? ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, വരകളൊന്നും ഞാൻ കളയുന്നില്ല. നോക്കിക്കേ, വെരി ഭീകരമായ ഒരു റെഡ് ക്യാൻഡിലാണ് ഇവിടെ കാണുന്നത്. ഒരു റെഡ് ക്യാൻഡിൽ. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, കഴിഞ്ഞ 4 ദിവസം 1, 2, 3, 4 ദിവസം കൊണ്ട് കയറിയ കയറ്റം ഒറ്റ ദിവസം കൊണ്ട് അടിച്ച് താഴെയിട്ട് ഇല്ലേ? ഈ 3 ക്യാൻഡിലിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ഫുൾ സ്ട്രെങ്ത് ക്യാൻഡിൽ അല്ലേ? ഫുൾ മർബോസ് എന്ന് തന്നെ വേണം പറയാം. ഫുൾ ഒരു ബെയറിഷ് മർബോസ് ക്യാൻഡിലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിനർത്ഥം എന്താണ്? മാർക്കറ്റ് നെഗറ്റീവിലാണ്, നെഗറ്റീവ് ബെയറിഷ്നെസ് ആണ് മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. ഫർദറായിട്ട് മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഈ ഒരു ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. പക്ഷെങ്കിൽ
ഇങ്ങനെ ഒരു സംഭവം എന്താണ്, നമ്മുടെ ജെറോം പവലിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യും എന്നുള്ള ഒരു ഹിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ആ ഗ്യാപ്പ് അപ്പ്, ഈ 150 പോയിന്റ് ഞാൻ ഈ പറഞ്ഞ ഗ്യാപ്പ് അപ്പ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അങ്ങനെ നിന്നില്ലെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിലവിൽ ഗിഫ്റ്റഡ് ഇൻഡിക്കേഷൻ പ്രകാരമാണ് 100 മുതൽ 150 പോയിന്റ് ഗ്യാപ്പ് അപ്പിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് തന്നെ വരുമോ എന്ന് നമ്മൾ കൃത്യമായി ആസ് പെർ പ്രൈസ് ആക്ഷൻ പ്രകാരം നമ്മൾ നോക്കി വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. ഓക്കെ, അത്രയും ഭാഗം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ നമുക്ക് ബാക്കി വരകളൊക്കെ താഴെ ഇൻട്രാഡേ ബേസിസിൽ നമുക്ക് പറയാം. ഇത് ഞാൻ ഈ ഒരു ക്യാൻഡലിൻ്റെ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് വീക്കിലി അനാലിസിസ് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പം ഡേ ക്യാൻഡലിലോട്ട് ഞാൻ വന്നത്. അപ്പോൾ നമുക്കിനി 5 മിനിറ്റിൻ്റെ ക്യാൻഡലിലോട്ട് വരാം. 5 മിനിറ്റിൻ്റെ ക്യാൻഡലിലോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ തിരിച്ച് ഇവിടെ പോകണം. 25,000 ഇവിടെ ഒരു ക്യാൻഡിൽ എന്തിനായിട്ടേക്കുന്നത്? ഇത് ഈ സാധനത്തിൻ്റെ ആവശ്യകത, ആ സാധനത്തിൻ്റെ ഒരു ആവശ്യകത അവിടെ ഉണ്ട്. അവിടെ കിടന്നിട്ട് കുഴപ്പമില്ല, ചുമ്മാ കിടന്നിട്ടവിടെ. ഓക്കെ, അപ്പം മാർക്കറ്റ് അങ്ങനെ ഇനി ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്? ഇവിടെ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഈ ഏരിയയിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഓപ്പൺ ചെയ്തതിന് ശേഷം 25,000 ബ്രേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ ബ്രേക്ക് ചെയ്ത് താഴെ വരുവാണെന്നുണ്ടെങ്കിൽ 24,940 ടെസ്റ്റ് ചെയ്യും. 1 ടാർഗറ്റ് നമ്പർ 1. ഓക്കെ, ഇതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 ടാർഗറ്റ് നമ്പർ 2. എവിടെയാണോ മാർക്കറ്റ് വെള്ളിയാഴ്ച അവസാനിച്ചത് അവിടെ തന്നെ തിരിച്ച് വന്ന് ക്ലോസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, വളരെ കൂടുതലാണ്. കാരണം ഇത് ഈ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഈ US റേറ്റ് കട്ടും പിന്നെ നമ്മളുടെ ഈ 27-ാം തീയതി തന്നെ നമ്മുടെ താരിഫ് നിലവിൽ വരും എന്നുള്ള അസന്നിഗ്ധമായ പ്രഖ്യാപനവും ഇത് രണ്ടും കൂടെ കൂട്ടിയിടിക്കുമ്പം നെഗറ്റീവ്നെസ്സത്തിനാണ് ചാൻസ് വളരെ കൂടുതൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വരും. അല്ലെങ്കിൽ ഇതിനിടയിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കമൻറ്റ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഒക്കെ ഉണ്ടായാൽ ഒരു പക്ഷെങ്കിൽ പിടിച്ചിരുത്താൻ ശ്രമിക്കും. പക്ഷേങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു DISൻ്റെ വിൽക്കുന്ന ആ ഇൻറ്റൻസിറ്റി വളരെ കുറഞ്ഞു. ഇപ്പോഴും മറ്റൊരു 90% ഷോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ DISൻ്റെ ആ വിൽപ്പന ആ വാങ്ങലിൻ്റെ ആ ശക്തി കുറഞ്ഞു. ഇത് വാങ്ങിക്കുകയല്ലേ കഴിഞ്ഞ ഒന്നൊന്നര വർഷം കൊണ്ട് സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇവർക്കൊരു വിൽക്കാനുള്ള ഒരു അവസരം കിട്ടണ്ടേ. അപ്പം ഈ ഇവിടുന്ന് ഈ കാശ് മുഴുവൻ നമ്മൾ SIP ഇടുന്ന പൈസയാണ് ഈ ഇവന്മാരെടുത്തിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഓക്കെ, അപ്പം എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം അത്ര സുഖമായിട്ടുള്ള പോക്കല്ല. അപ്പോൾ അല്ലെങ്കിൽ ഈ താരിഫിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണം. അപ്പോൾ ഇതിനിടയിൽ GSTയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഓക്കെ, ഇനി 5ഉം 18ഉം മാത്രമേ ഉള്ളൂ എന്ന് 18 മാത്രമേ ഉള്ളൂ GST അപ്രൂവ് ആയെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ കിടന്ന് ഒത്തിരി ന്യൂസുകൾ കറങ്ങുന്നുണ്ട്. പക്ഷേ അത് തെറ്റാണ്. അങ്ങനെ ഒരു ന്യൂസ് അല്ല, അതല്ല അതിൻ്റെ സത്യാവസ്ഥ. 5%, 18% ഗവൺമെൻറ് തത്വത്തിൽ അപ്രൂവ് ചെയ്തു. ഓക്കെ, അതിൻ്റെ ഒരു സബ് കമ്മിറ്റി ഉണ്ട്. ആ സബ് കമ്മിറ്റി അപ്രൂവ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഫൈനൽ അപ്രൂവൽ ഈ 5ഉം 18ൻ്റെയും ഫൈനൽ അപ്രൂവൽ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ GST കൗൺസിലാണ് ഇത് അംഗീകരിക്കേണ്ടത്. GST കൗൺസിൽ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഇത് നിയമമായിട്ട് ഇത് ഇംപ്ലിമെൻ്റ് ആകത്തുള്ളൂ. അത് ആവണമെന്നുണ്ടെങ്കിൽ GST കൗൺസിൽ കൂടണം. GST കൗൺസിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരാണ് ഇതിനകത്ത് GST കൗൺസിലിലെ അംഗങ്ങൾ. അപ്പോൾ അവർ കൂടി ഇത് ഫൈനൽ അപ്രൂവൽ ആയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് ഇംപ്ലിമെൻ്റ് ആകത്തുള്ളൂ. അല്ലാതെ ചുമ്മാ സോഷ്യൽ മീഡിയ കാണുന്ന പോലെ ആയി എന്ന് പറയുന്ന പോലെ അല്ല. അപ്പോൾ ആയിട്ടില്ല. ആകണമെന്നുണ്ടെങ്കിൽ ഇവർ അപ്രൂവ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയുക. ഓക്കെ, അതുകൊണ്ട് സോഷ്യൽ മീഡിയ കാണുന്ന കാര്യങ്ങളെല്ലാം ഒന്നും ചാടിക്കയറി വിശ്വസിച്ച് നിങ്ങൾ ട്രേഡ് എടുക്കരുത്. ഓക്കെ, അറിവിന് വേണ്ടി പറയുന്നേ ഉള്ളൂ. അപ്പം നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഞാൻ പറഞ്ഞു 25,000 മുകളിൽ ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ 25,000 ബ്രേക്ക് ചെയ്ത് നോക്കുക. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നേരെ മാർക്കറ്റ് താഴോട്ട് വരും. ഇതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴോട്ട് പോകും. ഇതിന് ശേഷം എന്ത് സംഭവിക്കുന്നുള്ളത് ശേഷം കാഴ്ചയിൽ. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം ഉള്ളൂ, വേറെ കൂടുതലൊന്നും പറയാനില്ല. ഇന്ന് ഈ ആഴ്ച മാർക്കറ്റിനെ നയിക്കുന്നത് ന്യൂസുകളായിരിക്കും ഈ ആഴ്ച മാർക്കറ്റിനെ നയിക്കുന്നത്. കാരണം ഈ ആഴ്ചയാണ് എന്ത് നിലവിൽ വരുന്നത്? 27 എന്നാണ് 27 എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആഴ്ചയാണ്, അടുത്ത വെള്ളിയാഴ്ച. ഓക്കെ, ഈ ആഴ്ച ഒരു ദിവസം മാർക്കറ്റ് അവധിയാണ് കേട്ടോ. ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു ഒരു ദിവസം മാർക്കറ്റ് അവധിയാണ്. 4 ദിവസമേ ഉള്ളൂ ഈ ആഴ്ച ട്രേഡിംഗ് സെഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ നമ്മൾ പറഞ്ഞു തന്നേ? അപ്പോൾ മാർക്കറ്റ് നമ്മൾ നോക്കുക. 27-ാം തീയതി ആണ് ഈ സംഭവം വരുന്നത്. ഈ ആഴ്ച തന്നെയാണ് ന്യൂസ് മാർക്കറ്റിനെ
നയിക്കും. അപ്പോൾ ന്യൂസുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ന്യൂസുകൾ ശ്രദ്ധിക്കുക. ന്യൂസിൻ്റെ പുറകെ ആയിരിക്കും മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ തന്നെ ലെവലുകളോട് ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം തൽക്കാലം ഇതിനെപ്പറ്റി അത്രേ പറയാനുള്ളൂ. നമുക്കിനിയും അടുത്തത് നമുക്ക് എന്താ നോക്കേണ്ടത്, ബാങ്ക് നിഫ്റ്റി കൂടെ നോക്കാം. ബാങ്ക് നിഫ്റ്റി എങ്ങും പോയിട്ടില്ല, ആ ഏരിയയിലൊക്കെ തന്നെ നിന്ന് കിടന്ന് കളിക്കുകയാണ്. 600 പോയിൻറ്റ് വീണ് നമ്മുടെ ലെവലിൽ തന്നെ ഏകദേശം ഇത്രയും നാൾ ഇവിടെ ഇതിനകത്തിലാണ് കടന്ന് കളിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴെ വന്ന് നേരെ താഴെ വന്ന് 55,229 ടെസ്റ്റ് ചെയ്തു. 50,152 ഈ ഏരിയ നമ്മുടെ ഈ കുറച്ചുകൂടി മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അല്ല, 149 ആ റേഞ്ച് തന്നെ ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാം നമുക്ക് കൃത്യമായിട്ട് വരച്ചിട്ടിട്ടുണ്ട് അല്ലേ. പിന്നെ ഞാൻ എപ്പോഴും പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ആണ്. അവിടുന്ന് ബാങ്ക് നിഫ്റ്റി താഴോട്ട് വരും, താഴോട്ട് വന്നതിന് ശേഷം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയോട് ഒന്നിച്ച് തോളെ കൈയിട്ട് മുകളിലോട്ട് പോകുന്നൊരു ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ട് ലെവലുകൾ മാർക്ക് ചെയ്തിട്ടേക്കുന്നത് നിങ്ങൾ നോക്കുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ HDFCയും ICICI നോക്കുക. HDFC വളരെ ബെയറിഷാണ്. 1964 നമ്മുടെ എല്ലാ ലെവലുകളും ബ്രേക്ക് ചെയ്ത് HDFC താഴെ വന്ന് കറക്റ്റായിട്ട് 1956 നമ്മളിതാ നോക്കി നമ്മൾ വരച്ച ലൈൻ കൃത്യമായിട്ട് സപ്പോർട്ടർ എടുത്ത് ഇതിനകത്ത് നിൽക്കുകയാണ്. ഫർദറായിട്ട് അടുത്ത ദിവസങ്ങളിലും ഇത് തിരിച്ച് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിവിയർ ആയിട്ടുള്ളൊരു ഫോള് കാണേണ്ടി വരും HDFC ബാങ്കിൽ. അത് മാത്രമല്ല, അടുത്ത ദിവസം 24 തീയതി 25 തീയതി കണ്ടാണ് 26 തീയതിയാണെന്ന് തോന്നുന്നു, ഇതിൻ്റെ നമ്മുടെ ബോണസ് ഇഷ്യൂ ഉണ്ടല്ലോ. ബോണസ് ഇഷ്യൂ ആണോ അതോ ഡിവിഡൻ്റാണോ? ബോണസ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ സംഭവം ഉണ്ട്. അപ്പോൾ അത് 26 തീയതി ഒരു സംഭവം വടയും ബോണ്ടയും ചായയും എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ദിവസം കഴിഞ്ഞാൽ ഈ 26 എന്നുള്ള എക്സ് ഡേറ്റ് എന്നാൽ നോക്കുക. ആ എക്സ് ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ HDFC ഒരു പക്ഷെങ്കിൽ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ബോണസ് കിട്ടാനും ഡിവിഡൻഡ് കിട്ടാനും വേണ്ടിയൊക്കെ ആൾക്കാർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അവർ വിറ്റ് ഒഴിവാക്കി കഴിഞ്ഞ സാധനം വേണം തലകുത്തി താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ICICI ബാങ്ക്, ഇതെല്ലാം ഓൾ ടൈം ഹൈ നിന്ന സ്റ്റോക്കുകൾ. അപ്പോൾ ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ റിലയൻസ് കഴിഞ്ഞ ആ ജിയോയുടെ പേരിൽ ഒരു വൻ മുന്നേറ്റം നടത്തി, അതിനുശേഷം നേരെ താഴോട്ട് വരുന്നു. അടുത്ത ദിവസങ്ങളിൽ ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കുക. കോട്ടക്കിൻ്റെ ഒക്കെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇൻഫി കഴിഞ്ഞ ദിവസം 40 രൂപ കയറിയതിന് ശേഷം വീണ്ടും ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിങ് അതിനകത്തിൽ വന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വാച്ച് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ മിഡ് ക്യാപ്പിനെ കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. മിഡ് ക്യാപ്പിൽ ഞാനിപ്പോൾ വളരെ ലാഗിലാണ് പറയുന്നത്, നിങ്ങൾ ശാന്തമായിട്ട് മനസ്സിലാക്കുക. അല്ലാതെ വെറുതെ ഒരു ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മൾ കറക്റ്റ് ഫാക്റ്റിനെ മനസ്സിലാക്കുക, കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ കുറേ ബഹളം വെച്ചിട്ടോ ഡയലോഗ് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഓക്കെ, അപ്പം മിഡ് ക്യാപ്പിനെ നമുക്ക് നോക്കാം. മിഡ് ക്യാപ്പ് വളരെ കൃത്യമായിട്ട് നോക്കുക. അവിടെ നമ്മൾ വരച്ച വരയിലാണ് നിൽക്കുന്നത്. അപ്പം ഇതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ 12,840 840 താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നല്ല ഒരു ഫോൾ ചിലപ്പോൾ ഒരു പക്ഷേ കാണേണ്ടി വരും. അതുകൊണ്ട് സൂക്ഷിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ നാളെ തിങ്കളാഴ്ച ഒരു ഗ്യാപ്പ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 13,077 ശ്രദ്ധിക്കുക. അതിന് മുകളിലോട്ട് പോകണമെങ്കിൽ മുകളിലോട്ട്, അല്ലെങ്കിൽ നേരെ തിരിച്ച് താഴോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീക്കിലി നമുക്ക് പറയാൻ. എന്തായാലും ഈ ആഴ്ച മാർക്കറ്റിനെ നയിക്കുന്ന 4 ദിവസമേ ഉള്ളൂ ട്രേഡ്. ഈ ആഴ്ച ന്യൂസുകളായിരിക്കും മാർക്കറ്റിനെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ന്യൂസുകൾ അറിയാൻ ശ്രമിക്കുക. മാർക്കറ്റിൽ എന്താണ്, ഗ്ലോബലി എന്താണ് സംഭവിക്കുന്നതൊക്കെ ഉള്ളത് കൃത്യമായി വീക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഈ ആഴ്ച എൻ്റെ അവൈലബിലിറ്റി കുറച്ച് കുറവായിരിക്കും. ഞാൻ കുറച്ച് തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.